ഹായ് ഫ്രണ്ട്സ്, എൻവോൺ ടെക്നോളജീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗിറ്റ് ലാബ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഗിറ്റ് ലാബ് ഉണ്ട്, ഗിറ്റ് ഹബ് ഉണ്ട്. രണ്ടും നമുക്ക് റെപ്പോസിറ്ററീസ് സേവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഗിറ്റ് ലാബ്, ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഗിറ്റ് ലാബ് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗിറ്റ് ലാബ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഗിറ്റ് ലാബ് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൈവറ്റായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ, ഓൺലൈനിൽ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറേജാണ് ഗിറ്റ് ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ ഗിറ്റ് ലാബ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഒരു ലിങ്ക് വരും, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നമുക്ക് സൈൻ ഇന്നും ഉണ്ട്, രജിസ്റ്ററും ഉണ്ട്. രജിസ്റ്റർ നിങ്ങൾക്കറിയാം, അക്കൗണ്ട് ഇല്ലാത്തവർക്ക് നമുക്ക് പുതിയതായിട്ട് ഒരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ് ഇത് ചെക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിറ്റ് ലാബിലൊരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഞാൻ നേരെ സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ യൂസർ നെയിം കൊടുത്തു, എൻ്റെ പാസ്വേഡ് ഞാൻ കൊടുക്കുന്നു, പാസ്വേഡും കൊടുത്ത് ഞാൻ സൈൻ ഇൻ ചെയ്യുന്നു. സൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറേ പ്രൊജക്റ്റുകളുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്ന കുറേ പ്രൊജക്റ്റുകളാണ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റുകൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു മീഡിയമാണ് ഗിറ്റ് ലാബ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എനിക്ക് പുതിയൊരു പ്രൊജക്റ്റ് ഈ ഗിറ്റ് ലാബിൻ്റെ അകത്തേക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നിന്നും പുഷ് ചെയ്ത് കയറ്റി വയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ വിൻഡോയിൽ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്, അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ചോദിക്കും ക്രിയേറ്റ് എ ബ്ലാങ്ക് പ്രൊജക്റ്റ്, ക്രിയേറ്റ് ഫ്രം ടെംപ്ലേറ്റ്, അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇമ്പോർട്ട് പ്രൊജക്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനൊരു ക്രിയേറ്റ് എ ബ്ലാങ്ക് പ്രൊജക്റ്റ്, ഞാനൊരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളോട് ചോദിക്കും പ്രൊജക്റ്റിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. നമ്മൾ പ്രൊജക്റ്റിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ സാമ്പിൾ പ്രൊജക്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ വേറൊന്നും അതിൽ പ്രൈവറ്റും പബ്ലിക്കായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിത് പ്രൈവറ്റ് ആക്കി തന്നെ ഇട്ടിട്ട് അത് ഞാൻ മാത്രം കണ്ടാൽ മതി, അതുകൊണ്ടാണ് പ്രൈവറ്റ് ആക്കി ഇടുന്നത്. ദെൻ ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സാമ്പിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്ന പേരിലൊരു പ്രൊജക്റ്റ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നിന്ന് ഗിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതിനും അവിടെ നിന്ന് പുഷ്, പുള്ള്, കമ്മിറ്റ്, പിന്നെന്താ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബ്രാഞ്ച് ക്രിയേഷൻ, മാസ്റ്റർ ബ്രാഞ്ച്, അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ബ്രാഞ്ചുകൾ, കാര്യങ്ങൾ, അങ്ങനത്തെ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള കുറച്ച് കമാൻഡ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കമാൻഡ്സ് വഴി അല്ല ഇതൊന്നും ചെയ്യുന്നത്. ഞാൻ കമാൻഡ്സ് അല്ലാതെ നമ്മുടെ യൂസർ ഇൻ്റർഫേസ്, നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തന്നെ ഇതിനുള്ളൊരു യൂസർ ഇൻ്റർഫേസ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നമുക്ക് ഈ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പ്രൊജക്റ്റിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കാൻ ഒരു ഫ്രഷ് ആയിട്ടൊരു പ്രൊജക്റ്റ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയും ഈ ഗിറ്റ് ലാബും തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗിറ്റിൻ്റെ ഒരു EXE ഫയലുണ്ട് ഡെസ്ക്ടോപ്പിന് വേണ്ടിയിട്ടുള്ളത്, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ git.exe എന്ന് ടൈപ്പ് ചെയ്യാണ്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി എനേബിൾ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കും, നമ്മുടെ കമ്പ്യൂട്ടറിൽ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ, ലാപ്ടോപ്പിൽ ഈ ഗിറ്റിൻ്റെ സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ചെയ്യട്ടെന്ന് ചോദിക്കും. അപ്പോൾ ഓക്കെ കൊടുത്താലും നേരെ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇങ്ങനെ ഓപ്ഷൻ ചോദിക്കും, ഇല്ല വിൻഡോസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിനായിട്ടുള്ള ഗിറ്റിൻ്റെ EXE ഫയൽ നമുക്ക് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഈ ഡൗൺലോഡായ EXE ഫയൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇങ്ങനെ എടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് വിട്ടാൽ മതി. ഓക്കെ, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ആ EXE ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം, ദാറ്റ്സ് ഓൾ, വേറൊന്നുമില്ല. നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലേക്ക് വന്നു. ഓക്കെ, ഇപ്പം ഇവിടെ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, ഒരു പ്രൊജക്റ്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. നമുക്ക് ഈ പ്രൊജക്റ്റിനെ എന്ത് ചെയ്യണം, ഗിറ്റ് ലാബുമായി കണക്ട് ചെയ്തിട്ട് ഗിറ്റിലേക്ക് കയറ്റി വയ്ക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ
ഈ സ്റ്റുഡിയോയിൽ ടോപ്പിൽ ഈ മെനു ബാറിൻ്റെ അകത്ത് ഒരു VCS എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ, VCS. ഓക്കെ, അപ്പോൾ ഈ VCSൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഇപ്പോൾ ഇതിനകത്ത് വരാൻ കാരണം ഓൾറെഡി ഈ കമ്പ്യൂട്ടറിൽ ഗിറ്റ് ഉണ്ട്. ഈ പ്രൊജക്റ്റിൽ ഞാൻ ഗിറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വന്നേക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഫ്രഷ് പ്രൊജക്റ്റ് ആണെങ്കിൽ അതിൽ ഗിറ്റിൻ്റെ ഇത് ഉണ്ടാവത്തില്ല. ഞാൻ ചുമ്മാ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ജനറേറ്റ് ചെയ്യുകയാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു പുതിയ പ്രൊജക്റ്റ് ജനറേറ്റ് വന്നിട്ടുണ്ട്. ഗൈഡ് ബിൽഡിംഗ് നടക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ പ്രൊജക്റ്റ് വിൻഡോയിൽ VCS എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കില്ല. പകരം നിങ്ങൾക്കുള്ളത് എനേബിൾ വേർഷൻ കൺട്രോൾ ഇൻ്റഗ്രേഷൻ എന്നൊരു ഓപ്ഷനാണ് കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ എനേബിൾ വേർഷൻ കൺട്രോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ചോദിക്കും, ഇതിൽ ഗിറ്റ് ഉണ്ട്, സബ് വേർഷൻ ഗിറ്റ് ചൂസ് ചെയ്യുക, അതിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഗിറ്റ് ഞാൻ ചൂസ് ചെയ്ത് ഓക്കെ കൊടുത്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ആക്ടിവിറ്റിയുടെ കളറ്, ഈ ആക്ടിവിറ്റി എഴുതുന്ന കളറ് റെഡ് കളറിലായി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഫയൽസും ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഫയൽസും എന്തായി, റെഡ് കളറിലേക്ക് മാറി. സോ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് നമ്മളിപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പുഷ് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കും ഈ ഗിറ്റിൻ്റെ പാത്ത് എനേബിൾ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ നമ്മൾ പാത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പാത്ത് ചോദിക്കുന്ന സമയത്ത് ഫയൽ അതിന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് എവിടെ പോകണം, നമ്മുടെ പാത്ത് ഇരിക്കുന്നത് മൈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് C ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസിൽ ഗിറ്റ് എന്ന് പറയുന്നൊരു ഫോൾഡർ, നമ്മൾ ഗിറ്റ് ഇപ്പോൾ നമ്മൾ exe ഫയൽ ഡൗൺലോഡ് ചെയ്തില്ലേ, അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിറ്റ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഈ പ്രോഗ്രാം ഫയൽസിൻ്റെ അകത്ത് ഉണ്ടാവും. ഈ പ്രോഗ്രാം ഫയൽ ഗിറ്റിൻ്റെ അകത്ത് ബിൻ എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് git.exe എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഉണ്ടാവും. ഈ ഫയലിൻ്റെ ഈ പാത്താണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. എവിടെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ പാത്ത് ചോദിക്കുമ്പോൾ ഈ പാത്താണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിത് നമ്മുടെ ഗിറ്റ് ലാബ് അക്കൗണ്ടിലേക്ക് പുഷ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ VCS ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ടൊരു ഓപ്ഷൻസ് വരും. ഈ ഓപ്ഷൻസ് അകത്ത് കമ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, അതായത് നമ്മൾ പുഷ് ചെയ്യുന്നതിന് മുമ്പ് അത് ലോക്കലി നമ്മൾ സേവ് ചെയ്യണം. ലോക്കലി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ് മാത്രമേ റിമോട്ടിലേക്ക് പുഷ് ആവത്തുള്ളൂ. സോ ഞാൻ ഇവിടെ കമ്മിറ്റ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് ഏതൊക്കെ ഫയൽസ് വേണമെന്ന് നോക്കി, എനിക്ക് ഫുൾ ഫോൾഡർ ആൻഡ് ഫയൽസ് വേണം. ഞാൻ അവിടെ മൊത്തം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇവിടെ സെലക്റ്റഡ് ആവും. ദെൻ കമ്മിറ്റ് മെസ്സേജ് ഉണ്ട്. കമ്മിറ്റ് മെസ്സേജ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങളൊരു പ്രൊജക്റ്റിൻ്റെ ഒരു ഡെവലപ്പർ കമ്പനിയിൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫേമിൽ നിങ്ങൾ ഒരു ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക, അപ്പോൾ അല്ലെങ്കിൽ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പ്രൊജക്റ്റിനകത്തൊക്കെ ചെയ്തു, എന്നിട്ട് ബാക്കി നാളെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കപ്പ് എടുത്ത് സൂക്ഷിക്കുകയാണ് ഗിറ്റ് ലാബിൽ ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി എന്താ, നമ്മളിവിടെ ഫസ്റ്റ് കമ്മിറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് മെസ്സേജ് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ തൽക്കാലം ഇവിടെ ഫസ്റ്റ് കമ്മിറ്റ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് കൊടുത്തു. നാളെ ഞാൻ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് വീണ്ടും കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കും, സെക്കൻഡ് കമ്മിറ്റ് എന്ന് കൊടുക്കും. അപ്പോൾ നമ്മൾ ഓരോ ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ ഈ കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം ചെയ്ത് അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഈ മെസ്സേജ് കൊടുക്കുന്നതിനുള്ള ഉദ്ദേശം. ഇത് കൊടുത്തിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആഡിങ് ഫയൽസ് ടു VCS എന്ന് ഇത് കാണിക്കും. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഗിറ്റ് യൂസർ നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ സെറ്റ് ആൻഡ് കമ്മിറ്റ്. അപ്പോൾ ഇത് ലോക്കലി, ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ലോക്കലായിട്ട് തന്നെ ഇത് കമ്മിറ്റ് ആവണമെന്ന് ഒരു വാർണിംഗ് സിമ്പിൾ കാണിക്കും. നെവർ മൈൻഡ്, ഇഗ്നോർ ചെയ്യുക. അത് കമ്മിറ്റ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ നിങ്ങൾക്ക് പെർഫോമിംഗ് കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് 41 ഫയൽസ് കമ്മിറ്റഡ്, ഫസ്റ്റ് കമ്മിറ്റ് എന്ന പേരിൽ ലോക്കലി ഇപ്പോൾ ഫയൽസ് കമ്മിറ്റഡ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ആദ്യം റെഡ് കളറിൽ ഇരുന്ന അക്ഷരങ്ങളെല്ലാം ബ്ലാക്കിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ലോക്കലി ഈ സാധനങ്ങളൊക്കെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ കമ്മിറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം, അപ്പോൾ ഇപ്പോൾ ലോക്കലി കമ്മിറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം നമുക്ക് റിമോട്ടിലേക്ക് പുഷ് ചെയ്യണം. സോ അതിന് വേണ്ടി ഞാൻ വീണ്ടും VCS എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ ഗിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പുഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കമ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പുള്ള് നമുക്ക് ചെയ്യാം. ദെൻ ഇവിടെ നമ്മൾ പുഷ് ചെയ്യുകയാണ്. ഗിറ്റിൻ്റെ അകത്തുനിന്ന് പുഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ കമ്മിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പുഷ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളോട് യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. ഇതിവിടെ ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ചോദിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾറെഡി ആദ്യത്തെ 1-2 പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റിമൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ചോദിക്കത്തില്ല. അപ്പോൾ യൂസർ നെയിം പാസ്വേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഗിറ്റ്ലാബിൽ അക്കൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഏത് യൂസർ നെയിം പാസ്വേഡാണ് യൂസ് ചെയ്തത്, അതേ യൂസർ നെയിം പാസ്വേഡും തന്നെ ഇവിടെയും നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പുഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വിൻഡോ വന്നു. ഈ വിൻഡോയിൽ മാസ്റ്റർ ഡിഫൈൻ റിമോട്ട് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അത് മാസ്റ്റർ, നമ്മളിപ്പോൾ റിമോട്ടിൽ, അതായത് ഗിറ്റ്ലാബിൻ്റെ അക്കൗണ്ടിൽ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് മാസ്റ്റർ കോപ്പി ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് ബ്രാഞ്ചുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അവിടെ ബ്രാഞ്ചുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് ചോദിക്കും, മാസ്റ്ററും കാണിക്കും, ഞാനവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചുകളും കാണിക്കും. അപ്പോൾ നമുക്ക് മാസ്റ്ററിലേക്ക് വേണോ ബ്രാഞ്ചിലേക്ക് വേണോ എന്ന് ചൂസ് ചെയ്തിട്ട് ഇവിടുന്ന് പുഷ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത് ചൂസ് ചെയ്തിട്ട് നമുക്കിത് ഇവിടുന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് VCSൽ നിന്ന് പുഷ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇതിൽ റിമോട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ റിമോട്ട് സ്പെസിഫൈ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് പുഷ് ചെയ്യുമ്പോൾ ഏത് ലൊക്കേഷനിലേക്കാണ് ഈ പ്രൊജക്റ്റ് കയറി കിടക്കേണ്ടത് എന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണമല്ലോ. അത് ഞാനിവിടെ കൊടുത്തിട്ടില്ല, അത് ഞാൻ മറന്നുപോയതാണ്. നമുക്ക് ഒന്നുകിൽ ഇത് ഇങ്ങനെ കൊടുക്കാം, അതായത് ഈ പുഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് കൊടുക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഇതെങ്ങനെയല്ല കൊടുക്കേണ്ടത്, ശരിക്കും കൊടുക്കേണ്ടത് ഞാൻ ഇനി പറയാൻ പോകുന്ന രീതിയിലാണ്. ഇപ്പോൾ ഞാനത് കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമുക്കത് റിമോട്ട് നമുക്ക് കൊടുക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യുക, VCS ഗിറ്റ് റിമോട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. VCS ഗിറ്റ് റിമോട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് URL ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമ്മളിവിടെ ഈ പ്ലസ് സിമ്പിൾ കണ്ടോ, ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇച്ചിരി മുമ്പ് കാണിച്ച അതേ വിൻഡോ തന്നെയാണ്, അവിടെയും കൊടുക്കാം ഇവിടെയും കൊടുക്കാം. എങ്ങനെ ഇത് കൊടുത്താലേ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ URL ചോദിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ ഗിറ്റ്ലാബിൽ വന്നിട്ട് നിങ്ങളുടെ ഈ പ്രൊജക്റ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഈ പ്രൊജക്റ്റിൻ്റെ ടോപ്പിലുള്ള ഈ ബാർ ഉണ്ടല്ലോ, ഇത് ഇവിടെ നിന്ന് ഞാൻ കോപ്പി ചെയ്തു. ഇത് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ ഈ ക്ലോൺ എന്ന് പറയുന്ന ബട്ടൺ കണ്ടോ, ഈ ക്ലോൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലോൺ വിത്ത് HTTPS എന്ന് പറയുന്നൊരു ലിങ്ക് ഉണ്ട്. ഇത് കോപ്പി ചെയ്താലും പറ്റും, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇത് മേളത്തെ അഡ്രസ് ബാറിലുള്ളത് കോപ്പി ചെയ്തതിന് ശേഷം ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഇവിടെ കൊണ്ടുവന്ന് ഞാനത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മളോട് ചോദിക്കുക. ഇതിലിപ്പോൾ ചോദിക്കാൻ ചാൻസ് ഇല്ല, ഓൾറെഡി സേവ്ഡ് ആയതുകൊണ്ട് യൂസർ നെയിം പാസ്വേഡും ചോദിക്കത്തില്ല. ഓക്കെ, ഇതിനകത്ത് ചോദിച്ചില്ല. അപ്പോൾ ചോദിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഗിറ്റ്ലാബിൻ്റെ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. അതിന് ശേഷം ഓക്കെ അടിക്കുക. ഇപ്പോൾ നമ്മൾ റിമോട്ട് ഡിഫൈൻ ചെയ്തു. നമ്മൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് എങ്ങോട്ടാണ് പുഷ് ചെയ്ത് കയറ്റി വെക്കേണ്ടതെന്നുള്ളത് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ലോക്കലി നമ്മുടെ ചേഞ്ചസ് എല്ലാം കമ്മിറ്റഡ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് വീണ്ടും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കമ്മിറ്റ് ചെയ്യണം, എന്നിട്ട് വേണം പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ VCSൻ്റെ അകത്ത് ഗിറ്റ് VCS ഗിറ്റ് പുഷ് എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കി. ഇപ്പം നമ്മൾ മാസ്റ്റർ ഇവിടെ നേരത്തെ ഡിഫൈൻ റിമോട്ട് എന്നായിരുന്നു, ഇപ്പോൾ നമുക്കിവിടെ ആ റിമോട്ട് ഏതാ നമ്മൾ ഡിഫൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് പുഷ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുഷിങ് എന്ന് പറഞ്ഞത് കാണിക്കും. നമ്മൾ കഴിയുമ്പോൾ ഇവിടെ യുവർ പുഷ് വാസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണുന്നത് പുഷ്ഡ് മാസ്റ്റർ ടു ന്യൂ ബ്രാഞ്ച് ഒറിജിൻ ആൻഡ് /മാസ്റ്റർ. അതായത് ഇപ്പോൾ ഈ പ്രൊജക്റ്റിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്രഷ് ആയിട്ട് ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഒന്നുമില്ലാത്ത പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിൻ്റെ അതേ നമ്മളിവിടുന്ന് പുഷ് ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് പുഷ് ചെയ്തത് നമ്മുടെ ഗിറ്റ്ലാബ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്നാണ് നമ്മുടെ ഗിറ്റ്ലാബ് അക്കൗണ്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്ന പ്രൊജക്റ്റ്. ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, ഒന്ന് റീഫ്രഷ് ചെയ്യണം. ഒന്ന് റീഫ്രഷ് ചെയ്തു. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വന്ന മാറ്റം നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കമ്മിറ്റ് എന്ന് പറയുന്ന മെസ്സേജിൽ, അതായത് ഫസ്റ്റ് കമ്മിറ്റിലുള്ള മെസ്സേജാണ്
നമ്മൾ അവിടുത്തെ പ്രൊജക്റ്റിൻ്റെ ആ സ്ട്രക്ചർ ആപ്പ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോന്നും കയറിപ്പോൾ ആപ്പ് SRC നിങ്ങളുടെ മെയിൻ എന്ന് പറയുന്ന പാക്കേജ് മെയിൻ്റെ അകത്ത് ഫസ്റ്റ് പാക്കേജ് അതിൻ്റെ അകത്ത് മെയിൻ ആക്ടിവിറ്റി .kt എന്ന് പറഞ്ഞ കോട്ട്ലിൻ ഫയൽ അത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന ആ കോഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ഗിറ്റ്ലാബിലേക്ക് നമ്മുടെ പ്രൊജക്റ്റുകളുടെ ബാക്കപ്പായിട്ട് പ്രൊജക്റ്റുകൾ കയറ്റി വയ്ക്കുന്നത്, പുഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പുഷ് ചെയ്യുന്ന കാര്യം. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ലാത്ത ഒരു പ്രൊജക്റ്റ് ഗിറ്റ്ലാബ് അക്കൗണ്ടിൽ നിന്നും പുള്ള് ചെയ്യണമെന്ന് വയ്ക്കുക. പുഷ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുക, പുള്ളെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുക. ഓക്കെ, അത് നമുക്ക് ക്ലോൺ എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്ക് ക്ലോൺ ചെയ്തെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പേയ്മെൻറ്റ് റിമൈൻഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ ഈ പ്രോജക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ പേരിലുള്ള ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിലില്ല. എനിക്ക് ഈ പുതിയതായിട്ടുള്ള ഈ പ്രൊജക്റ്റ് എൻ്റെ സിസ്റ്റത്തിലേക്ക് എനിക്ക് പുള്ള് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് മറ്റേ ഈ ക്ലോൺ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഈ അഡ്രസ്സ് വേണമെങ്കിൽ കോപ്പി ചെയ്യട്ടെ. ഞാൻ ഇത് ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് ഈ പ്രൊജക്റ്റിനെ ഞാൻ എൻ്റെ സ്റ്റുഡിയോയിലേക്ക് പുള്ള് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചു. എന്നിട്ട് VCS ഗിറ്റ് ക്ലോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. VCS ഗിറ്റ് ക്ലോൺ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ URL ചോദിക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത URL ഇവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ക്ലോൺ കൊടുത്തു. വെയിറ്റ് ചെയ്യുക, ഡിലേ വരും. നെറ്റ്വർക്കിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടൈം നിർണ്ണയിക്കുക. അപ്പോൾ ചോദിക്കും ഇങ്ങനെ ഈ സ്റ്റുഡിയോ പ്രോജക്റ്റിലേക്ക് നിങ്ങൾ ഈ സാധനം ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്ത ഈ പ്രൊജക്റ്റ് ഇമ്പോർട്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കും. യെസ് കൊടുക്കുക. അപ്പോൾ ചോദിക്കും ഈ വിൻഡോയിൽ വേണോ പുതിയ വിൻഡോ വേണമെന്ന് ചോദിക്കും. ഞാൻ പുതിയ ന്യൂ വിൻഡോ ചൂസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പുതിയ വിൻഡോയിലേക്ക് ആ പ്രൊജക്റ്റ് ഓപ്പണായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗൈഡിൽ ബിൽഡായി ഇതിന് ബന്ധപ്പെട്ട എല്ലാ റിപ്പോസിറ്ററീസും ക്ലാസ്സുകളും കാര്യങ്ങളും ജാർ ഫയലുകളും എല്ലാം ഓട്ടോമാറ്റിക്കലി പോയി ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഗൈഡ് ബിൽഡായി ഒരു പ്രൊജക്റ്റ് ഫുള്ളായിട്ട് ഇതിനകത്ത് സെറ്റായിട്ട് നിൽക്കും. ഇങ്ങനെയാണ് ക്ലോൺ ചെയ്യുന്നത്. ഓക്കെ, ക്ലോൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി അതവിടെ ക്ലോണിങ് നടക്കട്ടെ. അത് ഞാൻ റെഡി ആയി കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ പ്രൊജക്റ്റ് നമ്മൾ ഇച്ചിരി മുമ്പ് അങ്ങോട്ട് പുഷ് ചെയ്ത് വെച്ച പ്രൊജക്റ്റാണ്. ഞാനിനി ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഗിറ്റ്ലാബിൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നു. അതിൻ്റെ അകത്ത് ഈ സാമ്പിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തു. അതിൽ ആപ്പ് SRC മെയിൻ ഫസ്റ്റ് പാക്കേജ് മെയിൻ ആക്ടിവിറ്റി .kt എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ റിമോട്ടിൽ ഞാനിതൊന്ന് എഡിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ എഡിറ്റിൻ്റെ ബട്ടൺ ഉണ്ടായിരുന്നു, അത് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ 2 കമൻറ്റ് എടുക്കുക. ഞാനിങ്ങനെ വെൽക്കം എന്നെഴുതി ഇത് കമൻ്റായിട്ട് നിങ്ങൾ കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. വെൽക്കം എന്ന് എഴുതി അത് കമൻ്റായിട്ട് ഇട്ടു. ദെൻ അത് ഞാൻ എന്ത് ചെയ്തു, സിസ്റ്റം സ്റ്റക്കായി നിൽക്കുമെന്ന് തോന്നുന്നു. അത് കമ്മിറ്റ് ചേഞ്ചസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ മെയിൻ ആക്ടിവിറ്റി .kt എന്ന് പറയുന്ന ഫയൽ ഞാൻ കമ്മിറ്റ് ചെയ്തു. അപ്പോൾ റിമോട്ടിൽ വെൽക്കം എന്ന് പറയുന്ന കമൻ്റ് ഉണ്ട്, നമ്മുടെ ലോക്കലി ആ വെൽക്കം എന്ന് പറയുന്ന കമൻറ്റ് ഇല്ല. സോ അപ്പോൾ ആ റിമോട്ടിൽ വരുത്തിയ ചേഞ്ച് എന്താണോ ആ ചേഞ്ച് എനിക്ക് ഈ ലോക്കലിൽ വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ അപ്ഡേറ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ചോദിക്കും മെർജ് ദ ഇൻകമിങ് ചേഞ്ചസ് ഇൻ ടു ദ കറണ്ട് ബ്രാഞ്ച്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് വരുന്ന ചേഞ്ച് എന്താണോ അത് നമ്മുടെ ഇവിടുത്തെ ബ്രാഞ്ചുമായിട്ട് മെർജ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. ഓക്കെ കൊടുത്തേക്കുക. അപ്പോൾ അവരിങ്ങനെ ഫെച്ചിങ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ റിമോട്ടിലുള്ള ആ ഒരു ചേഞ്ച് ഇവിടത്തേക്ക് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ റിമോട്ടിലും അവിടെ ഞാൻ എഴുതിയ അതേ കമൻറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നു. ഇവിടെ 1 ഫയൽ അപ്ഡേറ്റഡ് ഇൻ 1 കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ വന്നു. അതായത് അവിടുത്തെ റിമോട്ട് ഫയലിലുണ്ടായിരുന്ന ഒരു കമ്മിറ്റ്, ചേഞ്ച് വരുത്തിയ ഒരു കമ്മിറ്റ് ഇവിടെ നമുക്ക് ലോക്കലി നമുക്ക് ആ കമ്മിറ്റ് ഇവിടെ പ്രൊജക്റ്റ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ നമുക്ക് റിമോട്ടായിട്ടിരുന്ന് നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരു പ്രൊജക്റ്റ് തന്നെ വർക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഗിറ്റ്ലാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഗിറ്റ്ലാബിനെ പറ്റി. ഗിറ്റ്ലാബ് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, ഗിറ്റ്ലാബുമായിട്ട് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റുകൾ എങ്ങനെ ബാക്കപ്പ് എടുത്ത് വയ്ക്കാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്.
ഇനി നമ്മൾ നോക്കുന്നത് ഈ ഗിറ്റ് ലാബിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇരിക്കുന്നത് മാസ്റ്ററാണ്. മാസ്റ്റർ അതായത് നമ്മൾ ഒരിക്കലും നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇപ്പോൾ എനിക്ക് നമ്മളിപ്പോൾ ഒരു 2 പേര് 3 പേര് കൂടി ഒരു ഫ്രീലാൻസ് ആയിട്ട് ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യുകയെന്ന് വെച്ചു. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു പോർഷൻ ഒരാൾ ചെയ്യും, അടുത്ത പോർഷൻ മറ്റേ ആൾ ചെയ്യും, വേറൊരു പോർഷൻ മൂന്നാമത്തെ ആൾ ചെയ്യും. അപ്പോൾ അവസാനം നമ്മൾ ക്ലയൻറ്റിന് ഈ പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ ഈ 3 പ്രൊജക്റ്റുകളിലും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ കോഡ് ഒന്നിച്ചാക്കിയിട്ട് വേണമല്ലോ നമുക്ക് APK എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഈ കോഡുകളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാക്കി തരും ഈ ഗിറ്റ് ലാബ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു. 3 ബ്രാഞ്ചിലും ഓരോരുത്തരും സെപ്പറേറ്റ് നിന്ന് വർക്ക് ചെയ്യുന്നു. ആവശ്യമുള്ള ചേഞ്ചസ് മറ്റൊരാളുടെ ബ്രാഞ്ചിൽ നിന്നും വേറൊരാൾ വലിച്ചെടുക്കുന്നു. അങ്ങനെ ഉണ്ട് അയാൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നു, വീണ്ടും പുഷ് ചെയ്യുന്നു. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരുടെയും ബ്രാഞ്ചിലുള്ളത് ഫുൾ കംപ്ലീറ്റ് ആണ്. ദെൻ ഏറ്റവും അവസാനം നമ്മൾ ഈ ഓരോരുത്തരുടെയും ബ്രാഞ്ച് മാസ്റ്ററുമായിട്ട് മെർജ് ചെയ്യും. ഫൈനലി നമ്മൾ മാസ്റ്റർ ബ്രാഞ്ചിൽ നിന്നും കോഡ് എടുത്ത് സൈൻഡ് APK ജനറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഹെഡുണ്ട്, ടീം മാനേജറുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇത് മാസ്റ്റർ എടുത്ത് നോക്കിയാൽ മതി. എല്ലാ ചേഞ്ചസും കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഫുള്ള് അതിൻ്റെ അകത്ത് മെർജായി കിടപ്പുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് ലാബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഇനി ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് സാമ്പിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നതാണ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 1 ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? അപ്പോൾ ഈ ബ്രാഞ്ചിലൊന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാനത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് ഒരു മാസ്റ്റർ എന്ന് പറയുന്ന ഒറ്റയ്ക്കൊരു ബ്രാഞ്ചേ ഉള്ളൂ, വേറെ ആരും ഇപ്പോൾ ഇതിനകത്തില്ല. അതായത് ഇപ്പോൾ ഞാൻ മാത്രമേ ഇതിൻ്റെ അകത്ത് മാസ്റ്റർ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുള്ളൂ. ഇനി ഞാൻ എൻ്റെ അണ്ടറിലേക്ക് 2 സ്റ്റാഫിനെ കൂടി 2 ഡെവലപ്പേഴ്സിനെ കൂടി ഞാൻ ഇടുകയാണ്. അപ്പോൾ ഒരാളുടെ പേര് XYZ, ഒരാളുടെ പേര് ABC. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ 2 പേരിടുമ്പോൾ ആ 2 പേരുടെ പേരിൽ ഞാൻ എന്ത് ചെയ്യണം? 2 ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ ന്യൂ ബ്രാഞ്ച് ക്ലിക്ക് ചെയ്തു. ന്യൂ ബ്രാഞ്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്രാഞ്ചിൻ്റെ പേര് ചോദിക്കും. അപ്പോൾ ഞാൻ ABC എന്ന് ഒരു ബ്രാഞ്ചിന് പേര് കൊടുത്തു, എന്നിട്ട് ക്രിയേറ്റ് ബ്രാഞ്ച് കൊടുത്തു. വീണ്ടും ഞാൻ ഇപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ബ്രാഞ്ച് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ബ്രാഞ്ചിലേക്ക് കൂടെ മാസ്റ്ററിൻ്റെ ഒരു കോപ്പി, മാസ്റ്ററിൽ എന്തുണ്ടോ ഇപ്പോൾ നിലവിൽ മാസ്റ്ററിൽ എന്തുണ്ടോ അതിൻ്റെ അതേപോലത്തെ തന്നെ ഒരു കോപ്പി ABC എന്ന് പറയുന്ന ബ്രാഞ്ചിലേക്കും ക്ലോൺ ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ബ്രാഞ്ചസ് എടുത്തു. അതിൽ വീണ്ടും ന്യൂ ബ്രാഞ്ച് ക്ലിക്ക് ചെയ്തു. അതിൽ XYZ എന്ന് പറയുന്ന പേരിൽ രണ്ടാമത്തെ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോഴും സെയിം തന്നെ, മാസ്റ്റർ എന്ന് പറയുന്ന ഇതിൽ എന്തുണ്ടോ അതിൻ്റെ ഒരു സെയിം ഒരു കോപ്പി XYZ എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ അകത്തേക്കും ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഓക്കെ, ഞാനൊരു ബ്രാഞ്ചിലേക്ക് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് മാസ്റ്റർ കിടപ്പുണ്ട്, ABC കിടപ്പുണ്ട്, XYZ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഞാൻ 2 സ്റ്റാഫിനെ 2 ഡെവലപ്പറിനെ ഞാൻ എൻ്റെ അണ്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും ഈ ABC എന്ന് പറയുന്ന ബ്രാഞ്ചിൽ കയറി ഒരാൾ ചെയ്യുക, XYZ എന്ന് പറയുന്ന ബ്രാഞ്ചിൽ കയറി മറ്റേ ആൾ ചെയ്യുക. അപ്പോൾ അവരുടെ പേരായിരിക്കണം കേട്ടോ ഇത്. അപ്പോൾ ആ ബ്രാഞ്ചിൽ കയറി ചെയ്യാൻ പറയും. ഇനി നമുക്കിത് എങ്ങനെയാണ് ബ്രാഞ്ചിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിലേക്ക് എങ്ങനെയാണ് പുഷ് ചെയ്യുന്നതെന്നും നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രാഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഈ പ്രൊജക്റ്റിൻ്റെ അകത്തേക്ക് വന്നു. ഇതിലിപ്പോൾ നമ്മൾ ആദ്യം ഇച്ചിരുമ്പോൾ ക്ലോൺ കൊടുത്തില്ലായിരുന്നു. ക്ലോൺ കൊടുത്ത പേയ്മെൻറ്റ് റിമൈൻഡർ എന്ന് പറയുന്ന പ്രൊജക്റ്റ് നമ്മുടെ സ്റ്റുഡിയോയിൽ സെറ്റായി എററൊന്നുമില്ലാതെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗിറ്റ് ലാബിൽ നിന്ന് പ്രൊജക്റ്റുകൾ ക്ലോൺ ചെയ്യുന്നത്. ഞാൻ പ്രൊജക്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ റിമോട്ടായിട്ടുള്ളത് എങ്ങനെ എടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഈ പ്രൊജക്റ്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതായത് നമുക്ക് അവിടുത്തെ വരുത്തിയ ചേഞ്ചസുകൾ നമുക്ക് ഇവിടെ ലോക്കലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് അപ്ഡേറ്റ് പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ താഴെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ താഴെ git:master എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പോപ്പ് പൊങ്ങി വരും. ഇതിൽ നിങ്ങൾക്ക് ലോക്കൽ ബ്രാഞ്ച്, അതായത് ഇപ്പം നമ്മുടെ ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് മാസ്റ്റർ എന്ന് പറയുന്ന ഒറ്റയ്ക്കൊരു ബ്രാഞ്ചേ ഉള്ളൂ. അതായത് ഈ കമ്പ്യൂട്ടറിൽ ഈ പ്രോജക്റ്റിൻ്റെ ഈ ഒറ്റയ്ക്കൊരു കോപ്പി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ റിമോട്ട് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ ഉണ്ട്,
ABC origin/ABC ഉണ്ട്, origin/XYZ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത രണ്ട് ബ്രാഞ്ചുകൾ കൂടി നമുക്കിപ്പോൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചേഞ്ച് വരുത്തുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു ചേഞ്ച് വരുത്തിയിട്ട് ഈ മെയിൻ ആക്ടിവിറ്റി തന്നെ ഞാൻ ചേഞ്ച് വരുത്തുകയാണ്. ഞാനിവിടെ കമൻ്റായിട്ട് തന്നെ ഞാൻ രേഖപ്പെടുത്തുന്നത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. കമൻ്റായിട്ട് തന്നെ ചേഞ്ച് ഇൻ XYZ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ചേഞ്ച് ഇൻ XYZ എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിന് എന്ത് ചെയ്യാണ്, VCS കമ്മിറ്റ്. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് കമ്മിറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് മൈ ഫസ്റ്റ് കമ്മിറ്റ് എന്നാക്കി. ഓക്കെ, എന്നിട്ടത് കമ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ അത് കമ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്കിതിനെ പുഷ് ചെയ്യണം. സോ VCS ഗിറ്റ് പുഷ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് പുഷ് ചെയ്യാൻ ഒറിജിൻ മാസ്റ്റർ മാത്രമേ കാണിക്കുന്നുള്ളൂ. എനിക്ക് ശരിക്കും ഇപ്പോൾ ഈ ചേഞ്ച് പുഷ് ചെയ്യേണ്ടത് XYZ എന്ന് പറയുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് XYZ എന്ന് പറയുന്ന ബ്രാഞ്ചിലേക്ക് വേണം ഞാൻ ചെയ്താൽ എൻ്റെ ചേഞ്ച് പുഷ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം മാസ്റ്റർ മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ഗിറ്റ് മാസ്റ്ററിൻ്റെ അകത്ത് വരിക. എന്നിട്ട് ഇവിടെ നിങ്ങൾ റിമോട്ട് ബ്രാഞ്ച് ഉണ്ടാവും. ഇതിൽ origin/XYZ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെക്കൗട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊന്ന് എടുത്തു നോക്കി. ഇപ്പം നിങ്ങൾ സെലക്റ്റായി കിടക്കുന്നത് എവിടെയായിരിക്കും? XYZൻ്റെ അകത്ത്, ലോക്കലിൽ XYZൻ്റെ അകത്തായിരിക്കും സെലക്റ്റായി കിടക്കുന്നത്. സോ അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് VCSൻ്റെ അകത്തുനിന്ന് ഗിറ്റ് പുഷ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കാണാം, നമ്മൾ പുഷ് ചെയ്ത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? XYZ എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ അകത്തേക്കായിരിക്കും പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നേരത്തെ മാസ്റ്റർ ആയിരുന്നു, അതിപ്പോൾ മാറി XYZ എന്ന് പറയുന്ന ബ്രാഞ്ചായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് XYZ എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ അകത്തേക്കായിരിക്കും. നമുക്കിന്ന് പുഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് പുഷ് ചെയ്തു. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ ആദ്യം ഞാൻ കൊടുത്തത് മാസ്റ്ററിൽ നിന്നുകൊണ്ടായിരുന്നു ഞാൻ പുഷ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൊടുത്ത ചേഞ്ച് വരത്തില്ല. അപ്പോൾ ഞാനിവിടെ ചേഞ്ച് ഇൻ XYZ എന്ന് പറഞ്ഞ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ഇത് XYZ ആണല്ലോ കിടക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് പുഷ് ചെയ്യുകയാണ്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ മാസ്റ്ററായിട്ടായിരുന്നു ചെക്കൗട്ട് ചെയ്ത് കിടന്നിട്ടുണ്ട്. അതിലായിരുന്നു ഞാൻ ചേഞ്ച് വരുത്തിയത്. അത് നിങ്ങൾക്കിവിടെ അഫക്റ്റ് ചെയ്യില്ല. ദെൻ രണ്ടാമത് ഞാൻ കൊടുത്തത് XYZ ആയിട്ടാണ് ചെക്കൗട്ട് ചെയ്തത്. അതിലാണ് ഞാൻ ചേഞ്ച് വരുത്തിയിരുന്നത്. സോ ഞാൻ ഇപ്പോൾ പുഷ് ചെയ്യുമ്പോൾ ആ പുഷ് ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ടാവും ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ബ്രാഞ്ചുകളുടെ ലിസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുകയാണ്. അത് ഈ പേജ് ഞാനൊന്ന് റീഫ്രഷ് ചെയ്യുകയാണ്. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് XYZ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിൽ ആപ്പ് എടുക്കുക, SRC എടുക്കുക, മെയിൻ എടുക്കുക, ഫസ്റ്റ് പാക്കേജ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ചേഞ്ചസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിപ്പോൾ അവിടെ നിന്ന് പുഷ് ചെയ്തപ്പോൾ ചേഞ്ച് ഇൻ XYZ എന്ന് പറഞ്ഞ് ആ ഒരു ചേഞ്ച് ഇവിടെ അഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് നമുക്ക് GitLabനെ പറ്റി പറയാനുള്ളത്. നമുക്ക് GitLab എങ്ങനെ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലേക്ക് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്നും ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലേക്ക് പ്രൊജക്റ്റ് എടുക്കുന്നതിനെ പറ്റിയും ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് ബാക്കപ്പ് പോലെ GitLabൻ്റെ അക്കൗണ്ടിൻ്റെ അകത്തേക്ക് പ്രൊജക്റ്റ് പുഷ് ചെയ്യുന്നതിനെ പറ്റിയും ആണ് ഞാനിവിടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.